നമസ്കാരം. എസ്.വി. ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സംസ്ഥാനം ഒരു 20 വർഷം പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഒരു ഇരുണ്ട കാലത്തിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കി. വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ അത്? നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒരു പഴയ എന്താ പറയുക, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, നമ്മൾ സഞ്ചരിച്ച് വന്ന വഴികളിൽ നിന്ന് മാറി ഒരു ഇരുട്ട് വീണ ഭൂമിയിലേക്ക് നടന്നുപോയി എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു ഗുണമായി ഞാൻ കരുതുന്നു. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ അടുത്ത സമയത്ത് ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പേജ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, ശരിയല്ലേ ഈ സംഭവം നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഷെമീർ TP എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജിലാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലാണ് ഞാൻ ഈ കാര്യം കാണുന്നത്. അദ്ദേഹം ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തോട് കാട്ടിയ ആ ഒരു കർക്കശ നിലപാട് നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴോ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അത്ര കർക്കശ നിലപാടുകളൊന്നുമില്ല. തന്നെയല്ല, അതൊന്നും വലിയ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയില്ല. എങ്കിൽ തന്നെയും ചില ഉദാഹരണങ്ങൾ സഹിതമാണ് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ചികിത്സ, അതായത് ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യരംഗം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമുക്കറിയാം പലയിടങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. അതായത് പ്രധാനമായും ഈ പറയുന്ന പോലെ ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ട ആൾക്കാരുടെ എണ്ണത്തിലുള്ള വലിയ കുറവ് നമ്മുടെ സംസ്ഥാനത്ത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഡോക്ടർമാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഹൃദയ ശസ്ത്രക്രിയ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ ഹൃദയ ശസ്ത്രക്രിയ നടത്താതെ വന്നപ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അപ്പോൾ ഈ അങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള രോഗികളെ സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതായത് സർക്കാർ ആശുപത്രികളിലേക്കല്ല, അവിടങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗികളെ റഫർ ചെയ്തുകൊണ്ടെടുക്കുകയാണ്. റഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നടക്കുന്ന ചികിത്സയ്ക്ക് ഏറ്റവും കുറഞ്ഞൊരു 4 ലക്ഷം 5 ലക്ഷം രൂപ ചിലവ് വരും. അപ്പം സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാൻ കഴിയാത്ത സാധാരണക്കാരാണ് ഇവിടേക്ക് വരുന്നത്. ആ സാധാരണക്കാർക്കാകട്ടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയില്ല എന്നുള്ളതാണ്. അപ്പം ചില ആൾക്കാർ, പണമില്ലാത്തവർ എന്ത് ചെയ്യും? അസുഖമുണ്ട്, അസുഖം മാറണം, അപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് നിന്ന് കരയാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ഈ സർക്കാരിൻ്റെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയാൻ, വിതുമ്പാൻ, അവരുടെ അവസ്ഥയെ ഓർത്ത് പരിതപിക്കാൻ, ഇതൊക്കെ മാത്രമേ അവർ കഴിയൂ. എന്നിട്ട് എപ്പോഴാണ് ഇതൊക്കെ ഒരു ശക്തമായ വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് എത്തിയത്? എത്ര തവണ നമ്മളത് ചർച്ച ചെയ്തു? എത്ര തവണ നമ്മൾ നമ്മുടെ സ്വീകരണ മുറിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഗ്വാദങ്ങൾ നമ്മൾ കണ്ടു? ഒന്നും കണ്ടിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ഈ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം അനാസ്ഥകളുടെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെയുണ്ട്. അവിടുത്തെ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കണ്ണൂരുള്ള ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ? അപ്പം ഇങ്ങനെ ഓരോ ദുരന്ത വാർത്തകളും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതില്ല എന്നുള്ളത്. പിന്നെ എന്താണ് ഇനി മറ്റൊരു കാര്യം, ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊല്ലം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നോക്കിക്കോളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറെ കാണാനായിട്ട് ഉച്ചയായപ്പോൾ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ പോയിട്ട് അവിടെ ഒരു അറ്റൻഡർ പോലും ഇല്ല എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കെല്ലാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? നമ്മുടെ സർക്കാർ ആശുപത്രികൾ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ ആരോഗ്യമേഖല മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ളതിൻ്റെ മകുടോദാഹരണങ്ങളാണ്. എന്നിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് പുതിയ മെഡിക്കൽ കോളേജുകൾ വരാൻ പോകുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 2ാമതൊരെണ്ണം വരാൻ പോകുന്നു. അവിടെ 100 സീറ്റ് അടുത്ത വർഷത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ കോളേജിന് കെ കരുണാകരൻ്റെ പേരിടാൻ പോകുന്നു. എയിംസ് ഇപ്പോൾ കോട്ടയത്തോ എവിടെയെങ്കിലും എയിംസ് ഇപ്പോൾ ഉടനെ വരാൻ പോകുന്നു. എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കും. ആരോഗ്യരംഗം അപ്പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇനി ഇത് പോരാതെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഏതൊരവസ്ഥയിലാണ് നമുക്കറിയാമല്ലോ. നമ്മുടെ ലോ ആൻഡ് ഓർഡറിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സീതത്തോട് സ്വദേശിയായ അനിൽകുമാറോ അങ്ങനെ എന്തോ ആണ് യുവാവിൻ്റെ പേര്, അദ്ദേഹത്തെ മർദ്ദിച്ച് അവസ്ഥനാക്കി. എന്തുകൊണ്ടാണ്? സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിച്ച ഒരു പെൻഷൻ പദ്ധതിയായിരുന്നു.
അത് നിർത്തലാക്കിയിട്ടാണ് ഈ പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നത്. അപ്പം ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ പദ്ധതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്തു. ആ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത സാഹചര്യത്തിൽ ഈ പോലീസുകാർ രാത്രിയിൽ ഇടിച്ച് വീട്ടിൽ കയറുകയാണെന്നേ. രാത്രി വീട്ടിൽ കയറിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ തല്ലി ചതയ്ക്കുകയാണ്. പുള്ളിക്കാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായി നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആ മനുഷ്യനെ കയറി അങ്ങ് നിരങ്ങുകയാണ് പോലീസ് എന്ന് പറയുന്ന സംവിധാനം. രാത്രിയിൽ ഗുണ്ടകൾ ആക്രമിക്കുന്ന പോലെ ഒരു പോലീസ് സേന മുഴുവൻ ഒരു മനുഷ്യൻ്റെ നെഞ്ചത്തേക്ക് നിന്ന് കയറുകയാണെന്നേ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു അവസ്ഥ. നമുക്കറിയാം, ഒരു അടിയന്തരാവസ്ഥ കാലം നമുക്കറിയാം. ഒരു SDPI നേതാവ് അദ്ദേഹം കറണ്ട് പോയതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. VD സതീശനെ കളിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിടിച്ചു. ഇപ്പോൾ മൊബൈൽ ഫോൺ പിടിച്ചു മേടിച്ചു വെച്ചു. ഇതാ ഇപ്പോൾ കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരനെ അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയെ കാണാതായി, 13കാരൻ. ആ 13കാരനെ കണ്ടുകിട്ടിയ ആ പേരും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ, കയറിയിട്ട് 2 മാസം ആയില്ല. നമ്മുടെ കൺമുന്നിൽ 2 അട്രോസിറ്റീസാണ് വന്നത്. ഇത് കൂടാതെ നടന്ന സംഭവം എന്താ? മുഖ്യമന്ത്രി VD സതീശനെ കാണാനായി എത്തിയ ഒരു വന്ധ്യ വയോധികയെ മർദ്ദിച്ചു. ആര്? പോലീസ് മർദ്ദിച്ചു. അതിന് സതീശൻ പറഞ്ഞെന്താ? അത് അവിടെ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ ട്രെയിൻ കയറ്റി വിട്ടു എന്നല്ലേ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പോലീസിൻ്റെ ഒരു ഗുണം. അതാണ് ഇത്. നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടുപോയൊരു കാര്യമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് എങ്ങനെയാണോ ഇവിടുത്തെ നേതാക്കന്മാരുടെ, ഇടതുപക്ഷ പ്രവർത്തകരോട് പെരുമാറിയിരുന്നത്, അതിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ, രാജാവിനെതിരെ മിണ്ടാൻ പാടില്ലെന്നാണോ? രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യുമെന്നേ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന പോലെ പഞ്ചപുച്ഛമടക്കി രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് ഫേസ്ബുക്കിൽ ലൈവ് ഇടേണ്ടി വന്നത്, അല്ലെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കറണ്ട് നശിപ്പിച്ച കളഞ്ഞതാരാണ്? സണ്ണി വക്കീലാണെന്നേ. സണ്ണി വക്കീലിനെ കൊണ്ട് ഇത് വകുപ്പ് നോക്കി നടത്താൻ കഴിയാത്തതുകൊണ്ടാവും. ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം കൊണ്ടല്ലേ നമുക്ക് കറണ്ട് കെട്ടുണ്ടാവേണ്ടി വരുന്നത്. കറണ്ട് കെട്ട് കാരണം ഓക്സിജൻ കിട്ടാതെ മരിച്ച രോഗികളുള്ള നാടായി നമ്മുടെ കേരളം മാറുകയല്ലേ, അല്ലേ? നമ്മുടെ കേരളം അതിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ പിന്നീട് എന്താണ് ഈ പറയുന്ന പോലെ ശരി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നീറ്റ് കുട്ടികൾക്കെതിരെ അപ്പോൾ അത് ഇത് പിൻവലിച്ചു. അവർക്കെതിരായിട്ട് എന്താ പറയുക, നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത ഇവിടുത്തെ നാട്ടുകാർക്കെതിരെ 10,000-ഓളം കേസുകൾ ഇടാൻ ഈ നമ്മുടെ സർക്കാരിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പറയുന്ന പോലെ ഈ നമുക്ക് അറിയാവുന്ന പോലെ അവർക്കെതിരെ കേസെടുത്തു. പക്ഷേ ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന് കലാപാഹ്വാനം നടത്തിയ ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ പേരെന്തായിരുന്നു നമുക്കറിയാം. ആ ആളുടെ പേര് കൃത്യമായി നമുക്ക് TG മോഹൻദാസ് എന്നാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടായോ? അവിടുത്തെ വരുന്ന പെൺകുട്ടികൾ ബലാത്സംഗം താല്പര്യപ്പെടുന്ന പെൺകുട്ടികളാണെന്ന് പറയാൻ ഇത്രയും തരംതാണ ഒരു പരാമർശം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി നമ്മുടെ സംസ്ഥാനത്തുണ്ടായി? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എങ്ങോട്ടേക്കാണ്? ഒരു കിരാതമായ കാലഘട്ടത്തിലേക്ക്, നമ്മുടെ മുത്തങ്ങ സംഭവം ഉണ്ടായ ഒരു കാലഘട്ടത്തിലേക്ക്. അടിയന്തരാവസ്ഥ കാലത്തിൽ പോലീസ് നമ്മുടെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾക്കെതിരെ നടത്തിയ നരനായാട്ടിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള നരനായാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ UDF അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം പോലീസ് അട്രോസിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്, പോലീസിൻ്റെ അതിക്രമം ഉണ്ടാകുന്നത്, കൊലപാതകങ്ങൾ, പോലീസ് ലോക്കപ്പ് മുറിയിലിട്ട് ഉരുട്ടിക്കൊല്ലുന്നത്, ഉദയകുമാറിനെ കൊന്നതും രാജനെ കൊന്നതും ജോഗിയെ കൊന്നതും, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കെടുത്ത് കാണിക്കാൻ കഴിയുമെന്നേ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ കുണ്ടറയിലെ ആ ചെറുപ്പക്കാരൻ. അപ്പം ഇതൊക്കെ സംഭവിക്കുന്ന UDFൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. ഒന്ന്, മതിയായ സൗകര്യങ്ങൾ ആശുപത്രിയിലില്ല. ആശുപത്രിയിൽ പവർ കട്ട് കാരണം മൊബൈൽ ഫോൺ അടിച്ചു വെച്ചുകൊണ്ട് ചികിത്സിക്കേണ്ടി വരുന്നു, മുറിവ് കുത്തിക്കെട്ടേണ്ടി വരുന്നു. ഇനിയും അതല്ല, ഇനി ആശുപത്രിയിൽ അരമണിക്കൂർ പവർ കട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ സർജറി നടത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കാണുന്നു. സിസ്റ്റം ഫെയിലുവർ, എല്ലാ സിസ്റ്റവും ഫെയിലുവറായി നിൽക്കുന്നു. അതാണ് പറഞ്ഞത്, ഈ സതീശ മേനോൻ സാറിൻ്റെ വിസ്മയം കാരണം നമ്മൾ ഏറെക്കുറെ ഒരു 20 വർഷം പിന്നിലേക്ക് പോയതുപോലെ ഒരു തോന്നലാണ് എല്ലാ മലയാളിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.